ഇത് എടുത്തെന്ന് ഞാൻ പറയാം. നമ്മള് 30-ാമത് പ്രവൃത്തി 18:30 നമ്മൾ വായിച്ചത്, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അറിയായ്മയുടെ കാലത്തൂടാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഒത്തിരി അറിവുള്ളവരാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിവില്ലാത്തവരാണ് എന്നുള്ളത് നമുക്ക് ഇതുവരെ അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ അറിയായ്മയുടെ കാലങ്ങളിലൂടെ കടന്നു പോകുന്നു. ആ അറിയായ്മയുടെ കാലങ്ങളിൽ നമ്മൾ ചെയ്തതിനെ കർത്താവ് കൺസിഡർ ചെയ്യുന്നില്ല. കർത്താവ് നമ്മൾ ചെയ്യാൻ പറയുന്നത് എന്താണ്? നിങ്ങൾ മാനസാന്തരപ്പെടുക. മാനസാന്തരമാണ് നമുക്കിവിടെ ആവശ്യമായിരിക്കുന്നത്. കർത്താവിനെ വേണ്ടതുപോലെ അറിയില്ല. എത്ര അറിയാമെന്ന് പറയുന്നവരും കർത്താവിനെ വേണ്ടതുപോലെ അറിയുന്നില്ല. അന്നുള്ളവർക്കും യേശുക്രിസ്തു ജീവിച്ചിരുന്ന അവസരത്തിൽ ഉണ്ടായിരുന്നവർക്കും അതിനുശേഷം ഓരോ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോയവർക്കും കർത്താവിനെ പൂർണ്ണമായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം വലിയവനാണ്, അത്രമാത്രം ഗൂഢ മനുഷ്യനായിരുന്നു ദൈവം. യേശുക്രിസ്തു സാക്ഷാൽ ദൈവമായിരുന്നു, അതേസമയം തന്നെ അവൻ സാക്ഷാൽ മനുഷ്യനുമായിരുന്നു. അപ്പോ ആ മനുഷ്യത്വവും ദൈവത്വവും കൂടെ രണ്ടും കൂടെ യോജിക്കുമ്പോൾ നമുക്ക് അവനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് വളരെയധികം കാര്യങ്ങളുണ്ട്. പക്ഷെ മനസ്സിലാക്കാൻ നമുക്ക് കഴിവില്ല. ആ കഴിവില്ലായ്മയിൽ നിന്നാണ് പിന്നെ നമ്മള് കർത്താവെ എനിക്കിതൊന്നും അറിയുന്നില്ല കർത്താവെ എന്ന് നമ്മൾ അവന്റെ പാദപീഠത്തിൽ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അവൻ നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങും. നമ്മളത് സമ്മതിച്ചു കൊടുക്കുക. എനിക്കിത് അറിയില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ ആ കർത്താവിന്, അറിവില്ലാത്തവരെ കർത്താവിന് പഠിപ്പിക്കാനായിട്ട് കഴിയും. അറിയുന്ന ഒരാളെ എങ്ങനെയാ പഠിപ്പിക്കാൻ കഴിയുന്നത്? ഒരു സാറിന്റെ അരികെ ചെന്നിട്ട് കുട്ടി സംശയം ചോദിച്ചാൽ ആ സാറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ ആ കുട്ടിക്ക് മുഴുവനും അറിവാണ്, എനിക്കെല്ലാം അറിയാം എന്ന് ഉള്ള ഭാവത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് പ്രയാസമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ. കർത്താവിന് നമ്മളെ പഠിപ്പിച്ചാൽ കൊള്ളാവുന്നുണ്ട്, നമ്മളെ മനസ്സിലാക്കി തന്നാൽ കൊള്ളാവുന്നുണ്ട്. എന്നാൽ ആ അറിവില്ലായ്മയില്, നമ്മൾ കർത്താവിന്റെ ഒരിക്കലേക്ക് ചെല്ലാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. കർത്താവ് ഒന്നും അറിയാൻ വയ്യാത്ത മനുഷ്യരെയാണ് തന്റെ ശിഷ്യന്മാരാക്കി തീർത്തത്. എന്തുവാ, കുറെ മീൻ പിടിക്കാൻ അറിയാം, അത് തന്നെ ശരിക്കും പിടിക്കാൻ അറിയത്തില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് പോരെ പോരെ, നീ എന്റെ കൂടെ പോരെ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവര് അവര് വീണ്ടും ആ പടകിനെ സ്നേഹിച്ചിരുന്നെങ്കിൽ, വലയും പടകിനെ സ്നേഹിച്ചിരുന്നെങ്കിൽ അവർക്ക് ശിഷ്യത്വത്തില് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ലായിരുന്നു. നമുക്ക് ഈ ലോകത്തിലുള്ള കാര്യങ്ങളെ സ്നേഹിക്കുന്നതിനല്ല, കർത്താവിനെ സ്നേഹിക്കുന്നതിനും കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിക്കുന്നതിനും നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. മറിയെക്കുറിച്ച് കർത്താവിന് പറയാനുള്ളത് അതാണ്. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. മാർത്തേ, നീ പലതിനെ ചൊല്ലി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക. മാർത്ത ചെയ്യുന്നത് നല്ലൊരു സർവീസാണ്, മോശമല്ല. കാരണം അവരെ സ്നേഹിക്കുന്ന ഗുരു വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് മരണപ്പെട്ട് 4 ദിവസം കഴിഞ്ഞ
അവരുടെ സഹോദരനെ എഴുന്നേൽപ്പിച്ചവനാണ് വീട്ടിൽ വന്നിരിക്കുന്നത്. അവനെ എന്തെല്ലാം കൊടുത്ത മാർത്തയ്ക്ക് അവന് എന്തെല്ലാം കൊടുത്ത മതിയാകും? അവൾക്ക് ഒരു കാര്യത്തിൽ തൃപ്തി വരുന്നില്ല. അതുകൊണ്ടാണ് ഓടി വന്ന് കർത്താവിന്റെ അപേക്ഷിക്കുന്നത്, കർത്താവെ, ആ മറിയെ കൂടി ഇങ്ങോട്ടൊന്ന് വിട്. ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അവള് അറിയുന്നേയില്ല. ഒന്ന് വിട്ട്, ഞങ്ങൾക്ക് നിന്നെ സെർവ് ചെയ്യുന്നതിന് വലിയ ആഗ്രഹമുണ്ട്. നിനക്ക് എന്തെല്ലാം തരണം, എന്തെല്ലാം എടുക്കണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് അവളും കൂടെ വന്ന എനിക്കൊരു വലിയ ഹെൽപ്പാണ്. ഒന്ന് വിട് കർത്താവെ, അവളെ ഒന്ന് വിട് എന്നാണ് മാർത്ത പറയുന്നത്. പക്ഷേ കർത്താവ് എന്ന് പറയുന്നു, മാർത്തേ, നീ പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ട് നടക്കുന്നു. അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. കർത്താവിന് പറയാനുള്ളത് അതാണ്. ഒറ്റ കാര്യം മാത്രം മതി. നിങ്ങൾ എൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠിക്കുക, എൻ്റെ പാദപീഠത്തിലേക്ക് നിങ്ങൾ വരിക. നമുക്ക് ഇന്ന് ഏറ്റെടുക്കാനുള്ളത് അതാണ്. കർത്താവിന്റെ പാദപീഠത്തിൽ വന്ന് കർത്താവിൽ നിന്ന് കേട്ട്, കർത്താവിന് നമ്മളോട് പറയാനുള്ളത് എന്താണെന്ന് കേട്ട് അത് മനസ്സിലാക്കി അത് ചെയ്യുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ ആഗ്രഹം എന്താണെന്ന് അറിയാതെ കർത്താവിനെ സെർവ് ചെയ്യാൻ പോയാൽ നമുക്ക് കർത്താവിനെ സെർവ് ചെയ്യാനായിട്ട് കഴിയുകയില്ല. മറിയയെ ശാസിച്ചതുപോലെ ശാസന കിട്ടുകയുള്ളൂ. അല്ല, മാർത്തയെ ശാസിച്ചതുപോലെ ശാസന കിട്ടുകയുള്ളൂ. ഒറ്റ കാര്യം ആവശ്യമായിട്ടുള്ളൂ, എന്റെ പാദപീഠത്തിൽ നിങ്ങൾ ഇരിക്കുക. അയ്യോ, നിങ്ങൾ ചോദിച്ചേക്കാം, അയ്യോ, ഞാൻ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നുണ്ട് അത് മാത്രം കേട്ടുകൊണ്ടിരുന്ന എങ്ങനെ കാര്യങ്ങൾ പോകും? ഭർത്താവുണ്ട്, മക്കളുണ്ട്, അമ്മായിയപ്പനുണ്ട്, അമ്മായിയമ്മയുണ്ട്, അവരുടെ ഒക്കെ കാര്യങ്ങൾ നോക്കണ്ടേ? പക്ഷെ കർത്താവ് പറയുന്നത് ഒന്ന് മതി. ആ കാര്യം എന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ നടക്കും. അത് നടന്നുകൊള്ളൂ. അത് എത്ര എളുപ്പമായിട്ട് നടന്നുകൊള്ളൂ. അത് നടക്കേണ്ടത് വഴി കൂടെ നടന്നുകൊള്ളൂ. കർത്താവിന്റെ മുമ്പില് നമുക്ക് താഴ്ന്നു കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുക. കർത്താവിന്റെ മുമ്പില് നമുക്ക് ഇരിക്കാനായിട്ട് കഴിയുമോ? കർത്താവിൽ നിന്ന് കേൾക്കാനായിട്ട് നമുക്ക് കഴിയുമോ? കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അധികം കാര്യങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മളെ ഓരോരുത്തരെയും കണ്ടിട്ട്, അയ്യോ, എൻ്റെ ഈ മോൻ, അല്ലെങ്കിൽ ഈ എൻ്റെ മോൾ, അവൾക്ക് എന്നെ ശ്രദ്ധിക്കാൻ ഒരല്പസമയം കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളതാണ് കർത്താവിന്റെ ഹൃദയത്തിലെ വേദന. അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ ഹൃദയം അറിയുന്നവരായി തീരാം. ഇന്നലെ എന്ത് ചെയ്യും? അവന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കാം. കർത്താവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കാം. അതാണ് ആവശ്യമായിരിക്കുന്നത്. അതാണ് ഇന്ന് ഈ ലോകത്തിൽ ഇല്ലാത്തതും. ധാരാളം കാര്യങ്ങൾ പറയുന്നവരാണ്, പക്ഷെ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് വിട്ടുകൊടുക്കാൻ മനസ്സുള്ളവര് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട്
കർത്താവിന്റെ നാമം ലോകത്തില് ദുഷിക്കപ്പെടുകയാണ്. ക്രിസ്ത്യാനികളിൽ കൂടെ തന്നെ കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടും. ദൂഷിക്കപ്പെടാനിടയാകാതെ കർത്താവിന്റെ ഇഷ്ടമിന്നതെന്ന് കണ്ട് നമ്മളെ തന്നെ താഴ്ത്തുവാനായിട്ട് നമ്മളെ കൊടുക്കാം. ദൈവം അതിന് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പത്രോസിന്റെ കാര്യം കേൾക്കുമായിരുന്നു. കർത്താവ് എത്ര ദയാലു, കർത്താവ് എത്ര മനസ്സിലുള്ള ഒരു ദൈവമാണ് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. ശരിക്കും പത്രോസിനോടുള്ള ബന്ധത്തിൽ ഏറെ നാള് കർത്താവിനോടൊപ്പം ജീവിക്കുകയും കർത്താവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുകയും സംസാരിക്കുകയും ഞാൻ നിന്റെ കൂടെ നിൽക്കുമെന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്ത പത്രോസ് തള്ളിക്കളഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നു. നമ്മളും ഈ പറഞ്ഞ പോലെ നമ്മള് പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു എന്ന് നമ്മൾ പറയുമ്പം സിംപിളി ആ ഒരു പാപത്തിന്റെ മുമ്പില് എനിക്ക് യേശുവിനെ അറിയത്തില്ലാത്ത പോലെ നമ്മൾ എത്രയോ പ്രാവശ്യങ്ങൾ ബിഹേവ് ചെയ്തിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം നമ്മുടെ ഒരു പ്രലോഭനത്തിന് മുന്നിൽ വരുമ്പം യേശു ഏതാണ് നമ്മൾ അതിനെ നമ്മൾ ശരിക്കും പറഞ്ഞ വാസ്തവത്തിൽ പല സമയങ്ങളിൽ നമ്മളും ചെയ്യുന്നത് അത് തന്നെയാണ്. യേശുവിനെ അറിയത്തില്ലാത്ത ഭാവമാണ് പല സമയങ്ങളിലും നമ്മുടെ പാപത്തോടുള്ള കാര്യം. നമുക്ക് യേശുവിന്റെ കൂടെ അത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, നമുക്കറിയാം. അപ്പൊ യേശുവിനെ കണ്ണടച്ച് ഇരുട്ടാക്കി നമ്മൾ യേശു ഏതാന്ന് പോലും അറിയത്തില്ല എന്നുള്ള നിലയിലാണ് പലപ്പോഴും വാസ്തവത്തിൽ നമുക്കതിനെപ്പറ്റി ഓർത്ത് മാനസാന്തരപ്പെടാനായിട്ട് ദൈവം നമുക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റിക്കായിട്ട്, വലിയ സാധ്യതയ്ക്കായിട്ട് ദൈവം എത്ര കരുണയോടാണ് ഈ രാത്രിയിലും ഈ സന്ധ്യാസമയത്തും നമ്മളോട് ഓരോരുത്തരോട് സംസാരിക്കുന്നത്. ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തെ പറ്റി ഓർക്കുമായിരുന്നു. അവിടെ തള്ളി പറഞ്ഞ ആ തീക്കനലിനെ ദൈവം അങ്ങനെ ഒരു തീക്കനലിനെ ദൈവം വീണ്ടും ഒരിക്കൽ നമ്മൾ ജോയലിന്റെ മൊബൈൽ പ്രവചനത്തിൽ നിന്ന് കേട്ട പോലെ അതിനെ മടക്കി തരാനായിട്ട് ദൈവം കഴിവുള്ളവനാണ്. ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ കേട്ട പോലെ അതിന് അവിടെ ദൈവം നമ്മളോട് ഇപ്പോഴും നമ്മൾ കേട്ട പോലെ അവിടെ മനസ്സാന്തരപ്പെടുക, ദൈവത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ള ഒരു കാര്യം മാത്രമേ ദൈവം നമ്മളോട് ചോദിക്കുന്നുള്ളൂ. അവിടെയെല്ലാം നിങ്ങള് കഴിഞ്ഞ ദിവസം ഇങ്ങനെ അനന്യാസിന്റെ സഫീറയുടെയും കാര്യം വായിച്ചപ്പം അവിടെ വളരെ ശ്രദ്ധേയമായിട്ടൊരു കാര്യം നമ്മള് പത്രോസ് അനന്യാസ് കൊണ്ടുവന്ന് കാൽക്കൽ കൊണ്ടുവെക്കുന്നു. അനന്യാസിനോട് വലിയ സംസാരമൊന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. എന്നാ സഫീറയോട് പത്രോസ് ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ ഉള്ളോ? ശരിക്കും ആ പത്രോസിന്റെ ഒരു ചോദ്യം ശരിക്കും നമുക്ക് മാനസാന്തരപ്പെടാനുള്ള വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കാണുവാണ്. ശരിക്കും പറഞ്ഞ അനന്യാസ് മരിച്ചു വീണിടത്ത് മരിക്കാതെ പത്രോസിന്റെ കാൽക്കൽ വീണ്, അല്ല യജമാനെ ഞാന് ഇത്രയും അല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ വിചാരിക്കായിരുന്നു അനന്യാസ് മരിച്ച ഇടത്ത് സഫീറയ്ക്ക് മരിക്കാതിരിക്കാനുള്ള ഒരു വലിയ സാധ്യതയായിരുന്നു. ആ വാക്കിന്റെ മുന്നിൽ മാനസാന്തരപ്പെടാനുള്ള ഒരു വലിയ സാധ്യതയാണ് സഫീറ അവിടെ തള്ളി പറഞ്ഞതെന്ന് ഞങ്ങളിങ്ങനെ ഇന്നലെ ആ കാര്യം പറയുകയായിരുന്നു. നമ്മുടെ ജീവിതത്തില് ദൈവം എത്ര കരുണയോട് പല ജീവിതത്തിന്റെ അനേക സാഹചര്യങ്ങളിൽ നമുക്ക് മാനസാന്തരപ്പെടാനായിട്ടും പറഞ്ഞ പോലെ അനുദപിക്കാനായിട്ടും ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് മടങ്ങി വരാനായിട്ടും നമുക്ക് തരുന്ന ആ വഴികളെ നമ്മൾ തട്ടിത്തെറിപ്പിച്ച് കളയാതെ, ഞാൻ തട്ടിത്തെറിപ്പിച്ച് കളയാതെ കർത്താവേ ഞാൻ ഈ മാനസാന്തരത്തിന്റെ ഈ ഒരു പല സമയങ്ങളിലും ഞാൻ വിചാരിക്കാറുണ്ട് പല നമ്മുടെ ജീവിതത്തിലെ പല ഭാവസ്വഭാവങ്ങളോടുള്ള ബന്ധപ്പെട്ടും നമുക്ക് ഈ പറയുന്ന ഒരു കാര്യം സിസ്റ്റർ പല സമയത്തും ഇങ്ങനെ ഒരു കാര്യം, കർത്താവേ എനിക്ക് പാപം മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ, പാപം മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ, എന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു എന്ന് മാത്രമേ പല സമയങ്ങളിലും നമുക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇപ്പൊ കർത്താവ് ഞാൻ ഇതെല്ലാം ശരിയാക്കിയേക്കാമെന്ന് ഒരിക്കലും നമുക്ക് പറയാനോ നമുക്ക് ശരിയാക്കാനായിട്ടോ പറ്റത്തില്ല. പക്ഷെ അവിടെ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് നമ്മൾ വരും. കർത്താവെ ഞാൻ കർത്താവെ ഞാൻ തോറ്റു, ഇതാ ഈ കാര്യം ഞാൻ ഉൾപ്പെടെ എന്നെ സമ്പൂർണ്ണമായിട്ട് അവിടുത്തെ മുമ്പിൽ വെക്കുന്നു, അവിടുത്തെ ഇഷ്ടം നടക്കണം കർത്താവെ, ഞാൻ ഇങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന
സമ്പൂർണ്ണ സമർപ്പണം മാത്രമേ ദൈവം, നമ്മൾ അവിടെ തോറ്റ കർത്താവിന്റെ മുമ്പിൽ സറണ്ടർ, നമ്മൾ പറഞ്ഞ പോലെ ലോർഡ് ഐ സറണ്ടർ, കർത്താവെ ഇവിടെ ഞാൻ എന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു, എനിക്ക് ഒരു ഒന്നും ചെയ്യാനില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം പരാജയമാണ്, എന്നെ കൊണ്ട് ഇത് സാധ്യമേ അല്ല, അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെ, അങ്ങ് പറയുന്ന പോലെ ഈ ഒരു ക്രിസ്തീയ ജീവിതം എന്നെ കൊണ്ട് സാധ്യമേ അല്ല, ഞാൻ കുഴിച്ചു ചെല്ലുന്നു, ഞാൻ കുഴിക്കുമ്പോഴെല്ലാം ചെളിയും ചേറും മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് ഞാൻ ഞാൻ അങ്ങ് വരുവോളം കർത്താവെ ഇതിനകത്ത് ചെളിയും ചേറും മാത്രമേ ഉള്ളെന്നും നമ്മൾ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ യേശു എന്ന പാറയിലേക്ക് ദൈവം നമ്മളെ നടത്തും. അവിടെ നമുക്ക് ദൈവത്തിന്റെ അത്ഭുതത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയുമെന്ന് ഞാൻ എൻ്റെ വിശ്വാസത്തെ ഏറ്റു പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം ആ ഒരു വലിയ സാധ്യതയെ നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിൽ വളരെ കമ്പാഷനേറ്റ് ആയിട്ട് ദൈവം തുറന്നു വെച്ചിട്ടാണ് ദൈവം നമ്മളോട് പറയുന്നത്, എനിക്ക് നിനക്ക് അവിടേക്ക് നീ ഞാൻ മനസ്സാന്തരപ്പെടുന്നെങ്കിൽ എനിക്ക് ദൈവത്തിന് നമ്മളോട് ആ കാര്യങ്ങൾ മടക്കി തരാനായിട്ടും നമ്മളിവിടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായി ദൈവത്തിന് ചെയ്യാനായിട്ടും കഴിയും. ജീവിതത്തിന്റെ എത്ര സാഹചര്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വേറെ പറഞ്ഞ പോലെ നമുക്ക് എന്തൊക്കെയോ ദൈവത്തെ അറിയാമെന്നും നമ്മൾ എന്തൊക്കെയോ അറിഞ്ഞെന്നും ഒക്കെയുള്ള എത്രയെല്ലാം മിഥ്യാധാരണയിലാണ് നമ്മളായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു MRI ചെയ്യേണ്ടി വന്നു. MRI മെഷീൻ അതെനിക്കെല്ലാം എല്ലാവർക്കും അറിയാമെന്നല്ലോ, പലരും ചെയ്തിട്ടുണ്ടായിരുന്നു. MRI മെഷീൻ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഞാനിതിനകത്ത് കയറത്തില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ ടെല്ലിങ് ഫ്രാങ്ക്ലി, ഞാൻ എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞാണ്. അപ്പം ഇതിനകത്തെല്ലാം കയറ്റി ഇവിടെ എല്ലാം മാസ്കും വേണ്ടൊക്കെ സൂത്രങ്ങളൊക്കെ അവർ വെച്ചപ്പോഴേ എനിക്ക് പേടിയായി. ഞാൻ തോമസ് സിസ്റ്റർ എനിക്ക് പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല. പിന്നെ എന്റെ ഞാൻ പറഞ്ഞ പല സാഹചര്യങ്ങളിൽ ദൈവം നമ്മുടെ കഴിവില്ലായ്മയും ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ എത്രത്തോളം എവിടെ ഉണ്ട് എന്ന് കാണിച്ചു തരാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതെല്ലാം ഇതുപോലെ ഇന്നേ നമ്മളത് കാണുന്നെങ്കിലും ഇന്നേ നമ്മളത് കാണാൻ ദൈവം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരുമോ? കാര്യം ഇന്ന് നമുക്ക് രക്ഷിക്കപ്പെടാനായിട്ടും മാനസാന്തരപ്പെടാനായിട്ടും അവിടെ നമ്മളെ തിരിഞ്ഞു വരാനായിട്ടും ഒക്കെ ഉള്ള വലിയ സാധ്യത നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രകാരം മാനസാന്തരം ജീവിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ഒരു പാപത്തിന്റെ വഴിയിൽ നമ്മൾ ഇങ്ങനെ ചുറ്റും നടക്കും, പിന്നെ അവിടെ നിൽക്കേണ്ടി നിന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകും, പിന്നെ അവിടെ നിൽക്കണമെന്ന് തോന്നും, പിന്നെ അവിടെ അങ്ങ് ഇരിക്കാൻ തോന്നും എന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ടുള്ള ആ ഒരു കാര്യത്തെ നമ്മൾ അതിന് ചുറ്റും നടക്കാതെ പാപത്തെ വിട്ട് ഓടി ജീവിക്കാനായിട്ട്. ആഫ്റ്റർ ഓൾ ഇതെല്ലാം പറയുമ്പോഴും നമുക്ക് ഈ ഒരു കാര്യമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തെ മേക്കപ്പ് ചെയ്യാനും ഞാൻ എൻ്റെ ജീവിതത്തെ ശരിയാക്കാനും ഒക്കെ തുടങ്ങിയ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. കർത്താവേ, അത് എന്നെ കൊണ്ട് സാധ്യമേ അല്ല. ലോർഡ് കർത്താവേ, അവിടുത്തെ ഇഷ്ടപ്രകാരം ഓരോ സമയങ്ങളിലും കർത്താവെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു, അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമ്പൂർണ്ണ സമർപ്പണം ജീവിക്കാനായിട്ട് വീണ്ടും ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ. എത്രത്തോളം ഭയങ്കര യേശുക്രിസ്തുവിനെ തന്നെ കൂടെ നടന്ന ആളുകളെ ബിട്രേ ചെയ്യാനൊക്കെ ചിന്തിക്കും. നമ്മുടെ കൂടെ നടക്കുന്ന നമ്മളെ ബിട്രേ ചെയ്ത് നമ്മുടെ മനസ്സിൽ എന്തുമാത്രം ദേഷ്യം വരികയായിരിക്കും. കൂടെ എത്ര നാൾ നടന്ന ആളെ കൂടെ നമ്മളെ എത്ര സഹായിച്ച ആള്. അപ്പം യേശുക്രിസ്തു അങ്ങനെ ആ സമയത്തും ആ ഒരു സമയത്തും അങ്ങനെ നമ്മുടെ സൈഡിൽ കിസ് ചെയ്യുക. അപ്പം ആ ഒരു ഹംബിൾനെസ് യേശുവിന്റെ നമ്മളവിടെ കാണുന്നുണ്ട്. അത് നമ്മളെ മനുഷ്യൻ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ ചെറിയ കാര്യങ്ങളായാലും നമ്മൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും.
അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെ ഹമ്പിളായിട്ട് കർത്താവിന്റെ ജീവിതത്തില് എല്ലാം എല്ലാ കാര്യങ്ങളും സംഭവിച്ചത് പ്രവചനം അനുസരിച്ചാണ്. പറഞ്ഞാല് സുവിശേഷം 2-ാം അധ്യായം ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ആ സമയത്ത് അത് ആ മത്തായിയുടെ ഏതാണ്ട് 19 വരെ എങ്ങാണ്ട് നിങ്ങളെ അത് പഠിപ്പിച്ചല്ലേ. ആ സമയത്തെല്ലാം ഈ പ്രവചനം കർത്താവിന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നേരത്തെ പ്രവാചകന്മാർ എഴുതി വെച്ചിരുന്ന കാര്യമല്ല, അല്ലാതെ ഉടനെയൊന്നും സംഭവിച്ചായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരുന്ന കാര്യം. കാരണം പിതാവിന്റെ പ്രീ പ്ലാൻ അനുസരിച്ച് ഓരോ കാര്യങ്ങളും യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അതിനെല്ലാം യേശു തന്നെത്താൻ വിധേയപ്പെടുത്തി കൊടുത്തു എന്നാണ്. അതായത് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ കാര്യം ബ്രദർ വായിച്ചല്ലോ. നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു. അപ്പൊ കർത്താവിനെ കുറിച്ച് പിതാവ് മുന്നമേ ലോകസ്ഥാപനത്തിന് മുൻപേ മുതൽ ഇങ്ങ് വരെ എഴുതിയിട്ടുള്ള ഓരോ കാര്യങ്ങളും സാധിക്കാനായിട്ടാണ് കർത്താവ് മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത്. അത് അത്രയും ചെയ്തെങ്കിലേ കർത്താവിന് എന്നെ രക്ഷിക്കാനൊക്കത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അത് ചെയ്ത്. ഈ പത്രോസിനോട് കാണിച്ച കരുണ എന്നോട് കാണിക്കുന്നത് എത്രമാത്രം അതിനേക്കാൾ അപ്പുറമായിട്ട് ഓരോ ദിവസവും കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം കർത്താവ് മാത്രമാണ് ജയാളിയായിട്ടുള്ളൂ. അപ്പൊ അവന്റെ ജയത്തിൽ കയറി നിൽക്കാനേ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. ആ ജയം എന്റേതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ മാത്രമേ എന്നെ കൊണ്ട് കഴിയത്തുള്ളൂ. കാരണം ഞാൻ എന്തെങ്കിലും കാര്യം ഞാൻ കർത്താവ് പറയാറുണ്ട്, കർത്താവ് പാപം ഒഴിച്ച് ഞാൻ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യവും അവിടുന്ന് എന്നിലൂടെ ചെയ്യുന്ന കാര്യം. അല്ല ഞാൻ തന്നെ ചെയ്യുന്നതല്ല. എനിക്ക് പറഞ്ഞാൽ പാവം മാത്രമേ ചെയ്യാൻ കഴിയൂ. പാപമല്ലാതെ എന്തെങ്കിലും കാര്യം ആരെങ്കിലും എന്നിൽ നിന്ന് അനുഭവിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെതാണ്. അത് സ്നേഹമാണെങ്കിലും സന്തോഷമാണെങ്കിലും സമാധാനമാണെങ്കിലും നന്മയാണെങ്കിലും എന്താണെങ്കിലും അത് ദൈവം തന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്നിലൂടെ ഒഴുക്കുന്നതാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അല്ലാതെ ഒന്നും എന്നിലില്ല. എന്നാൽ ഇന്ന് കർത്താവിന്റെ കരുണയെ കുറിച്ച് കേട്ടു. പത്രോസ് അകലം വിട്ട് പിന്തുന്ന കാര്യം അവിടെയാ കുറച്ചുകൂടെ ഇവിടെ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തില്. അവിടെ മർക്കോസിൽ 3 പ്രാവശ്യം തള്ളി. ഇവിടെ അല്ല അല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരിടത്ത് ഞാൻ അയാളെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി എന്നൊക്കെ പറയുന്ന സുവിശേഷമുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് പക്ഷെ പത്രോസിന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? പത്രോസ് ഒന്നാമത് കർത്താവിനെ അകലം വിട്ട്, അത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്, അകലം വിട്ടാണ് പിന്തുടരുന്നത്. പിന്നെ രണ്ടാമത് ഈ ഇവരുടെ കൂട്ടത്തിൽ ഇരുന്നു, തീ കായാനിരുന്നു. യോഹന്നാനങ്ങ് പോയി, പത്രോസ് ഇവരോട് പമ്മി അവിടെ ഇവിടെയൊക്കെ കറങ്ങി അത് നമ്മൾ കേട്ടല്ലോ. പക്ഷെ എന്തുകൊണ്ടാ പത്രോസ് അങ്ങനെ നിൽക്കാനിടയായതെന്ന് നമ്മള് ഈ മത്തായിയുടെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു. സോറി, മർക്കോസ് 14-ന്റെ കാരണം കർത്താവ് ഇവരെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. അതെ, അവിടെ കർത്താവ് ഇവരെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകും. മർക്കോസ് 14-37 പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, വേറെ ആരോടും ചോദിക്കുന്നില്ല, പത്രോസിനോട്, ശിമോനേ, നീ ഉറങ്ങുന്നു, ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലേ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം അത്രയെന്ന് പറഞ്ഞു. വസ്തുത കർത്താവെന്ന് അറിയായിരുന്നു. പത്രോസിനോട് പറഞ്ഞിട്ടുണ്ട്, ശിമോനെ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ നിന്നോട് അനുവാദം ചോദിച്ചിട്ടുണ്ട്. നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അപ്പൊ അവിടെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ പത്രോസ് ഇവിടെ ചെന്നിട്ട് കാണത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് യോവേൽ പ്രവചനത്തിലും നമ്മൾ വായിച്ചു. യോവേൽ പ്രവചനത്തില് വായിച്ച 25-ാം യോവേൽ 2-ന്റെ
25 വാക്യം നമ്മൾ വായിച്ചു. വെട്ടുക്കിളിയും എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും. അവിടെ ആ വാഗ്ദത്തം 25 മുതൽ ഇങ്ങോട്ട് 27 ഒക്കെ 32 വരെയും കർത്താവിന്റെ വാഗ്ദത്തമാണ്. പക്ഷെ അതിന് മുമ്പ് ആ 2ന്റെ തുടക്കം വായിച്ചാല് യഹോവയുടെ ദിവസത്തെ കുറിച്ചാണ് പറയുന്നത്. ആ നാളിൽ ആർ നിൽക്കും, ഇത് സഹിക്കാം. അതിന്റെ 2ന്റെ ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. 2ന്റെ 11 അവസാനിക്കുന്നതിന് അത് സഹിക്കാവുന്നവനാ. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാവിഷ്കളവർ വായിച്ചതാണ്. ഇങ്ങനെ ഞാൻ അവിടെ ഒന്നുകൂടെ വായിക്കാം. എന്റെ മനസ്സിൽ ഉള്ള വലിയൊരു ഭാരമാണ് ഈ ഒരു കാര്യം. മഹാദയമുള്ളവനല്ലോ, അവൻ അനന്തത്തെ കുറിച്ച് അനുഭവിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുഭവിച്ച് തനിക്ക് ഭോജനയാകവും പാനീയയാകവുമായുള്ള ഒരു അനുഗ്രഹം വച്ചേക്കില്ലയോ ആർക്കറിയാം. അതിനി എന്താ ചെയ്യണ്ടേ? അടുത്ത വാക്യം സിയോനിൽ കാഹളം ഉള്ളിൽ ഒരു ഉപവാസം നിയമിപ്പിൻ, സഭായോഗം വിളിപ്പിൻ, ജനത്തെ കൂട്ടിവരുത്തുകയും സഭയെ വിശുദ്ധീകരിപ്പിൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുകയും പൈതങ്ങളെയും മുലകുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുകയും മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ഭൂമുഖത്തിന്റെയും യാഗപീഠത്തിന്റെയും മധ്യേ കരഞ്ഞുകൊണ്ട് യഹോവേ നിന്റെ ജനത്തോട് ശ്രമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്നെ കേൾപ്പിക്കരുതേ. അവരുടെ ദൈവം എവിടെയാണ് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്നിങ്ങനെ പറയട്ടെ. അതുകൊണ്ട് കർത്താവ് അന്ന് പറഞ്ഞ കാര്യം തന്നെ. കർത്താവ് പറഞ്ഞത് പത്രോസിനോട്, നീ നിന്റെ ജഡം ബലഹീനമാണ്, ആത്മാവ് ഒരുക്കമുള്ളത് ജഡം ബലഹീനം അത്രേ. അതുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ, ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട സാഹചര്യങ്ങളിൽ നിൽക്കണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ കർത്താവിനെ അന്വേഷിക്കാം. അപ്പോ അന്ന് അവര് ദൈവജനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഇന്ന് നമുക്ക് കർത്താവിന്റെ സഭയെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത്, നമ്മുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളും പ്രത്യേകിച്ച് ജസ്റ്റിന് ആ കുഞ്ഞുങ്ങളൊക്കെ എന്റെ മോള് അവരൊക്കെ ശരിക്കും കർത്താവിനെ അന്വേഷിക്കേണ്ട ഒരു സമയമാണിത്. കാരണം കർത്താവിനെ അന്വേഷിച്ചാൽ ഇതുപോലെയുള്ള കൂട്ടുകെട്ട് വരുമ്പം തീ കായാനൊന്നും അവിടെ ഇരിക്കത്തില്ല. അപ്പം കനല് കണ്ടോണ്ട് അവിടെ ഇരിക്കത്തില്ല. കർത്താവ് ഉണ്ടാക്കുന്ന കനലിന്റെ അടുത്ത് പോയിരുന്നു കർത്താവിൽ നിന്ന് പ്രാപിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് ആ പ്രാർത്ഥന എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രാർത്ഥിച്ചാൽ മാത്രമേ കർത്താവിൽ നിന്ന് ശക്തി പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിൽ വസിക്കാൻ നമ്മൾ കഴിഞ്ഞ 2 അധ്യായത്തിന് മുമ്പേ കർത്താവ് നമ്മളോട് പറഞ്ഞു, കർത്താവിൽ വസിക്കണമെങ്കിൽ അവന്റെ വചനം, എന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ കർത്താവിൽ വസിക്കുമ്പോൾ അവന്റെ വചനം നമ്മൾ വസിക്കുന്നു. വചനം വസിക്കണമെങ്കിൽ വചനം അറിയാതെ എങ്ങനെ വസിക്കുന്നത്? അതുകൊണ്ട് വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ജ്യോതിസിനെ ഞാൻ അധികം ഉത്സാഹിപ്പിക്കാനും. കാരണം പ്രാർത്ഥനയില്ലാതെ മുമ്പോട്ട് പോകാവുന്ന ആരെങ്കിലും വിചാരിക്കുന്നില്ല. അതാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും കർത്താവെ സാധ്യമല്ല. ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവെ അധികം പ്രാർത്ഥനയിൽ ഉച്ചിരിപ്പാൻ തക്കവണ്ണം എന്നെ അതിന് സഹായിക്കുന്നത്. അത് പരിശുദ്ധാത്മാവ് സഹായിച്ചെങ്കിലേ എനിക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ കർത്താവ് ഇന്ന് ഈ ഓവർ പറഞ്ഞ ആ ഒരു കാര്യം കർത്താവ് പത്രോസിനോട് പറഞ്ഞു. കർത്താവ് എന്തിനേ പത്രോസിനോട് മാത്രം പറഞ്ഞു. അതുകൊണ്ട് ദൈവം പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ ഉള്ളത്തിൽ ഒരാഗ്രഹം വെക്കുമ്പോൾ എന്തോ കാര്യം വരാനുണ്ടോ പ്രാർത്ഥിച്ചോണം. അല്ലെങ്കിൽ അന്നാ കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് കർത്താവിനെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കണ്ടു. കർത്താവ് എങ്ങനെയാണ് പടയാളികളുടെ മുമ്പിൽ നിന്നത്. കർത്താവ് ശാന്തമായി അവരോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. കർത്താവ് പറഞ്ഞപ്പോൾ ദുഷ്ടനോട് എതിർക്കരുത്, എന്നോട് ഉടുപ്പ് ചോദിക്കുന്നതിന് പുറപ്പ് ചോദിക്കുന്നതിന് ഉടുപ്പും കൂടെ വിട്ടുകൊടുത്തേക്കുക എന്നൊക്കെ പറഞ്ഞ കർത്താവാണ്. പക്ഷെ ഇവിടെ കർത്താവ് ആ പടയാളികൾ ചോദിക്കുന്നു, ഞാൻ എന്താ പറഞ്ഞേ? കൊള്ളരുതാത്ത എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, നീ എന്നെ അടിക്കുന്നത് എന്തിനാണ് എന്ന് കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമാണ് മനസ്സിൽ കണ്ടത്. അതുപോലെ കർത്താവ്
ചോദ്യങ്ങൾക്ക് കൊടുക്കുന്ന മറുപടി അത് എത്ര റെസ്ട്രിക്റ്റഡാണ് കർത്താവ്. അത് പരിശുദ്ധാത്മാവ് എന്ത് പറയണമെന്ന് യേശുവിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടോ അതാ യേശു പറഞ്ഞു. കർത്താവ് പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളെ ഒരിടത്ത് കൊണ്ടുചെല്ലുമ്പോൾ സാക്ഷികളുടെ മുമ്പിൽ നിൽക്കുന്ന അവരൊക്കെ കൊണ്ടുപോകും നിങ്ങളെ, പക്ഷെ നിങ്ങൾ അപ്പോൾ എന്ത് പറയണമെന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കേണ്ട. ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വായി തരും. അതേ കർത്താവേ, എവിടെയാണെങ്കിലും പടയാളികളുടെ മുമ്പിലും സാക്ഷ്യം പറയാനും സാക്ഷികളുടെ മുമ്പിലും ഒന്നും അല്ലെങ്കിൽ തന്നെ എന്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവ് നിർത്തുന്നിടത്തൊക്കെയും പരിശുദ്ധാത്മാവിൽ നിന്ന് കേട്ട് കർത്താവ് പറയുന്ന വാക്യങ്ങൾ വചനങ്ങൾ പറയുവാണ്. അവിടെ അവിടെ കർത്താവ് ചെയ്തോളും ബാക്കി കാര്യങ്ങൾ. അങ്ങനെ ഒരു ജീവിതത്തിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ അധികം സൗന്ദര്യോടെ ഈ യേശുവിന്റെ കർത്താവ് എന്നോട് പഠിപ്പിയെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്റെ അനുഭവിച്ചുകൊണ്ട് എന്നോട് പഠിപ്പി ഞാൻ താഴ്മയും സൗന്ദര്യവും കർത്താവിൽ നിന്ന് ഓരോ കാര്യങ്ങളും പഠിച്ച് അതുപോലെ ശിഷ്യന്മാർക്ക് വന്ന അബദ്ധങ്ങളൊന്നും വരാതിരിക്കും. അന്ന് പത്രോസിന് പരിശുദ്ധാത്മാവില്ലായിരുന്നു. എന്നാലും ഇന്ന് എനിക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ തന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ ഏറെ ഉത്തരം പറയാൻ ബാധ്യസ്ഥയാണ്. കർത്താവിന്റെ മുമ്പിൽ കർത്താവ് അങ്ങനെയൊക്കെ നമുക്ക് പറയുന്നത് അനുസരിച്ച് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഞാൻ അവനെ അനുസരിച്ച് നടക്കുക. അവനെ കൂടെ കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആ മറിയെ പോലെ അവന്റെ ഭാവത്തിൽ ഇന്ന് കേൾക്കാനും എന്നെ സഹായിക്കുന്നു. ഈ പാപിയായ എന്നെ അവൻ ഇത്രത്തോളം സ്നേഹിച്ചു. ആ സ്നേഹത്തെ ഓർക്കുവാനും അവന്റെ ക്രൂരതയെ കുറിച്ച് എനിക്ക് നിത്യജീവൻ തരുവാനായിട്ട് അവൻ യാഗമായി വരുന്നത് കർത്താവ് അവനെ മോഹപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു സൗരഭ്യവാസനയായി തീരുവാൻ പറ്റുന്നു. എനിക്ക് ഒന്നും അറിയാത്ത പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത ഒരാളും എന്നാൽ എല്ലാം അറിയാം, ഞാൻ നല്ല എല്ലാത്തിനും ഇരിക്കുകയാണ്, എനിക്ക് എല്ലാം അറിയാമെന്നുള്ള ഒരു ചിന്തയിൽ നിന്നും ഒന്നുമില്ല എന്ന് എപ്പോഴും എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരട്ടെ. സ്വത്രം ഇന്ന് ആക്ച്വലി എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് ഒരു 48 വയസ്സേ ഉള്ളായിരുന്നു. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് പനി വന്ന് ഇങ്ങനെ പെട്ടെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചു. പെട്ടെന്ന് മരണപ്പെടുക, അറ്റാക്ക് വന്ന്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് അവിടേക്ക് പോകേണ്ടി വന്നു. ഇവിടെ വള്ളികുന്നം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ അവിടം വരെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പിന്നെ തിരിച്ചു വന്നത് എനിക്ക് ഭയങ്കര ടയേർഡായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്ന് മീറ്റിങ്ങിൽ നിന്ന് ഉറങ്ങും അങ്ങനെ വിചാരിച്ചു. പക്ഷെ ശരിക്കും ആ ഒരു കർത്താവിന്റെ ഒരു ക്രൂസിഫിക്ഷൻ ലൈവായിട്ട് ഇങ്ങനെ സന്ദീപേട്ടൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അതുപോലെ അവിടെ ആ ഒരു സമയത്ത് എത്തിയതുപോലത്തെ ഒരു ഒട്ടും ആ ഒരു ടയർഡ്നെസ് ഒന്നും തോന്നിയില്ല. ദൈവത്തിന് സ്തോത്രം. തുടക്കത്തിൽ ആ ഒരു ജലസിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റ് ന്യൂ because of envy they handed over thesis to him. അപ്പം ശരിക്കും അത് അതായത് ഒരു അൺബിലീവറിന് കാണാൻ പറ്റുന്ന ഒരു കാര്യം, അത്രയും സ്ക്രിപ്ചേഴ്സും എല്ലാം അറിയാവുന്ന ഒരു കാര്യം. പക്ഷെ അവരുടെ കണ്ണ് എത്ര കുരുണ്ടായിരുന്നു. അവര് പാരിസീസ് അവർക്ക് ജലസി ആയിട്ട് തോന്നിയതേ ഇല്ല. പക്ഷെ പുള്ളിക്കാരന് മനസ്സിലായത് ഇവർക്ക് ജലസി ഉണ്ട്, അതുകൊണ്ടാണ് ഇവര് ജീസസിനെ. അപ്പം നമ്മുടെ ജീവിതത്തിലും പലരും നമ്മളെ പലരും അൺബിലീവേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടോ? നമ്മള് ഓരോ സിറ്റുവേഷനും നമ്മൾ റിയാക്ട് ചെയ്യുന്നതും ഇതെല്ലാം മറ്റുള്ളവർ കണ്ടോണ്ടിരിക്കുക. നമ്മൾ കാര്യങ്ങൾ എങ്ങനെ ഒരു ചെയ്യുന്നത്. അവിടെ ഇതുപോലെ നമ്മളെക്കാട്ടിലും ബുദ്ധിയുള്ള അറിവുള്ളവര് ഉണ്ടെങ്കിൽ അവർക്ക് മീൻസ് നമ്മുടെ ഹാർട്ട് എങ്ങനെയാണ്, നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണ്, ഇത് ശരിക്കും മറ്റുള്ളവർ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. പിന്നെ ഒരു all this has taken place to fulfill the scriptures of the prophets. ആ ഒരു സ്ക്രിപ്ചർ ഫുൾഫിൽ ചെയ്യാൻ അത് കർത്താവിന്റെ ലൈഫില് എപ്പോഴും ഒരു പിതാവിന്റെ ഹിതം അത് തന്നെയായിരുന്നു ഫോക്കസ്. ഇന്നലെ സൈബ്രറിന്റെ ഒരു മെസ്സേജിനകത്ത് അതിങ്ങനെ അതായത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്ലാൻ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പ്ലാൻ, അതിന്റെ അപ്പുറത്തോട്ട് ഒരു പ്ലാൻ ഇല്ല എന്നുള്ളത്
അത് എന്ത് എന്ത് ക്രോസ് ആണെങ്കിലും അത് ദൈവത്തിന്റെ പ്ലാനിലുള്ളതാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് ദൈവം അത് അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ചിലപ്പോൾ ക്രോസ് അവോയ്ഡ് ചെയ്ത് അപ്പുറത്തൂടെ പോകാനായിരിക്കും ഇഷ്ടം. പക്ഷെ ഇതിലെ തന്നെ പല കാര്യങ്ങളും ഞാൻ സന്ധ്യയോടായിട്ട് എന്റെ ലൈഫിൽ അങ്ങനെ നടന്നു, ഇങ്ങനെ ഇതൊക്കെ അവരിങ്ങനെ ചെയ്തു, മറ്റവര് അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷെ സന്ധ്യയോട് അത് ഏറ്റവും ദൈവത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു. ഞാനിങ്ങനെ പറയുന്നത് ഒരു വീട്ടുതടങ്കലിലായോണ്ടാ എനിക്ക് PG ഒന്നും എടുക്കാൻ പറ്റാഞ്ഞ. അപ്പം ആ സമയത്ത് ഫ്രണ്ട്സ് എല്ലാരും PG, അപ്പം PG ഇല്ലാത്ത ഒരു ഭാര്യയെ കല്യാണം കഴിക്കേണ്ടി വന്നിരുന്നു. അപ്പൊ സന്ധ്യകൊണ്ടായിരുന്നു അതൊന്നും എനിക്ക് PG ഉള്ള ഭാര്യയൊന്നും വേണ്ട. സന്ധ്യകൊണ്ട് ഒരു ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അതാ ഏറ്റവും ബെസ്റ്റ്. നമ്മൾ അതിനെ പറ്റി എന്താണ് നമ്മളവിടെ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. സെഗ്ലറും പറയുമായിരുന്നു നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ പ്ലാൻ എന്താ അതാ നടക്കേണ്ടത്, അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്ത് ലോകത്തിലെ വലിയ വലിയ കാര്യങ്ങളല്ല, മറിച്ച് ദൈവത്തിന്റെ കണ്ണിലെ വലിയതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. പിന്നെ ആ ഒരു ജോയൽ 2:25 ആ ഒരു ഐ വിൽ മേക്കപ്പ് ടു യു ഫോർ ദ ഇയേഴ്സ് സോമിങ് ലോക്കസ്റ്റ്. ശരിക്കും ഞാൻ ആലോചിക്കുന്നത് ഞാൻ കർത്താവ് റിയാക്ട് ചെയ്ത പോലെ അല്ല പല സാഹചര്യങ്ങളിലും വീട്ടില് പല അടിയിടിയൊക്കെ കിട്ടുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ തർക്കത്തരം പറഞ്ഞ് ചെയ്തിട്ട് ചിലപ്പം നല്ല അടി കിട്ടുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നിട്ടുണ്ട്. പക്ഷെ വലിയ ചിലത് മീൻസ് അതുപോലെ വേദനയൊക്കെ ഉള്ളപ്പോ, പക്ഷെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ നമ്മൾ വായിന്ന് നമ്മളായിട്ട് തന്നെ അടി മേടിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പേരൻസിന്റെ വീട്ടിൽ അപ്പൊ അവര് വീട്ടുതടങ്കലിലെ സമയം ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ ശരിക്കും കർത്താവ് അതൊരു ആ ഒരു ഇയേഴ്സ് ഇപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു. അപ്പം എന്റെ രണ്ടാമത്തെ ബ്രദർ എപ്പോഴും എന്നോട് സംസാരിക്കാതെ ഇരിക്കുന്നു. പുള്ളി ഇടയ്ക്ക് ഒരു മിസ് കോൾ ഒക്കെ ഇങ്ങനെ അടിച്ചായിരുന്നു, പിന്നെ തിരിച്ചു വിളിച്ചപ്പോ എടുത്തിട്ടായിരുന്നു. ഞാൻ അതിലേക്ക് ഇപ്പം പേരൻസ് ഒക്കെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ പറഞ്ഞു ഹൗസ് വാമിങ്ങിനെ പുള്ളിയെ കൂടെ വിളിക്കണം. അപ്പം ഞാൻ ആയിരിക്കുമായിരുന്നു ആ ഒരു എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് സാഗ്ബ്രോന് മെസ്സേജ് MBBS പഠിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും ചർച്ചിൽ പോകുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു മെസ്സേജസും കാര്യങ്ങളും ഇത്രയും ഇപ്പൊ ഞാൻ കേൾക്കുന്ന അത്രയും എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പല കാര്യങ്ങളും തിരിച്ച് പലതും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം എനിക്ക് തിരുത്തണം. ഇനി രണ്ടാമത് അദ്ദേഹത്തെ കാണുമ്പം അങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള കുറച്ച് സ്നേഹത്തോടെ റിയാക്ട് ചെയ്യുന്ന ഒരു കാര്യമൊക്കെ ചെയ്യണമെന്നുള്ള ആ ഒരു ശരിക്കും ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അത്രയും ദൈവം പെട്ടെന്ന് തന്നെ 10 വർഷം കഴിഞ്ഞപ്പോ തന്നെ ദൈവം ഈ സമയമെല്ലാം പെട്ടെന്ന് പോയി. അപ്പം തിരിച്ച് എത്രയും സന്ധ്യപേട്ടനെ ഒരു വീട് പണിയൊക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ എല്ലാ റിലേറ്റീവ്സ് എല്ലാം കൂടി വരാൻ ആ ഒരു ദിവസം ഞാൻ ആലോചിക്കാതെ ഐ വോണ്ട് ടു ബിഹേവ് ലൈക്ക് ഹൗ ക്രൈസ്റ്റ് വുഡ് ഹാവ് ബിഹേവ് ടു പീപ്പിൾ who crucified him എന്നുള്ളതായിരുന്നു. പിന്നെ ഒരു ജ്ഞാനത്തോട് സംസാരിക്കുന്ന കാര്യം പറയുമായിരുന്നു സന്ധ്യപേട്ടന്. അപ്പം പല സാഹചര്യങ്ങളും നമ്മള് ഒരു ഷ്രൂഡ് ആസ് സർപ്പൻസ് അതാ ആദ്യം പറഞ്ഞ, അതിനുശേഷം ജെന്റിൽ ആസ് ഡോഗ് അതിനെ കുറിച്ച് പറയുന്നത്. ഇപ്പം നമ്മള് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഒരു സ്വഭാവം ഉണ്ട് ഇങ്ങനെ ഈ ജോസഫ് അവരുടെ ബ്രദേഴ്സിനോട് അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് തോന്നും, അതിങ്ങനെ പെട്ടെന്ന് മറ്റുള്ളവരോട് പറയും. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല ആ ഒരു കാര്യങ്ങളൊക്കെ. അല്ലെ നമ്മള് കുറച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ എന്തോ ആരോട് എങ്ങനെയാ പറയണ്ടേ അങ്ങനെയൊക്കെ പറയുന്ന ആലോചിച്ചൊക്കെ പറയുന്നത്. ശരിക്കും ഇന്ന് ആ ഒരു മരിപ്പ് വീട്ടിൽ പോയപ്പോഴും പലപ്പോഴും ആ ഒരു ആൾക്കാർക്കെല്ലാം ഭയങ്കര ഷോക്കായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് ഇത് അറിഞ്ഞത്. പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ ആർക്കും ഉറങ്ങാനായിട്ട് പോലും കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നാര് ഈ കർത്താവിന്റെ ആ ഒരു മനസ്സിലൂടെയൊക്കെ കർത്താവ് പോകുമ്പോൾ കർത്താവിന് John 8:14 വേഴ്സ് എനിക്ക് ഐ നോ ഫ്രം വേർ ഐ കെയിം ആൻഡ് വേർ ഐ എം ഗോയിങ് കർത്താവ് പറയും. അത്രയും ശരിക്കും ആ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് മരണമാകട്ടെ എന്തോ ആകട്ടെ നമുക്ക് എല്ലാം ധൈര്യമായിട്ട് കർത്താവിന് അറിയാം പിതാവിന്റെ ഒരു ഹിതമുണ്ട്. കർത്താവ് അവിടുന്ന് വന്നേ തിരിച്ചു പോകുന്ന നമ്മളിപ്പോ പലയിടത്തും ഒക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പം എവിടുന്ന നമ്മളുടെ ആ ഒരു
ബിലീവേഴ്സ് ഒക്കെ ആയിട്ടായിരിക്കും വന്നത്. പക്ഷെ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ എങ്ങോട്ടാ പോകുന്നേ എങ്കിലും നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് പല കാര്യങ്ങളുടെ മുമ്പിൽ അങ്ങനെ പതറിപ്പോകേണ്ടയും ഒക്കെ ഇല്ലാതെയൊക്കെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുത്തുന്നു. ദൈവത്തിന് നാമപ്പെടുന്നു. ദൈവം നമ്മൾ പാടിയ പോലെ കർത്താവിന്റെ നാമത്തെ വാഴ്ത്തി സ്തുതിക്കാനായിട്ട് ദൈവം എനിക്കും തന്ന ഭാഗ്യത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം അതിനായിട്ട് എന്നെ തെരഞ്ഞെടുത്തത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതിനായിട്ട് ആദ്യമേ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയുടെ സമയങ്ങളിൽ ഞാൻ ചില പ്രയാസത്തോടെ കടന്നു പോയ സമയത്ത് ദൈവം ഞാൻ വിചാരിക്കാവുന്ന പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രയാസഘട്ടങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതലൊരു അനുഭവവേദ്യമായിട്ട് നമുക്ക് അത് കുറച്ചുകൂടെ റിയലായിട്ട് നമുക്ക് അനുഭവിച്ചറിയാനുള്ള ഒരു മുഖാന്തരമായിട്ട് ദൈവം അതിനെ ആക്കി തീർത്തെന്ന് ഞാൻ വിചാരിക്കായിരുന്നു. പല സംശയങ്ങളുടെയും പല ധൈര്യ ചോർന്നു പോകുന്ന പല സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവം സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒക്കെ തന്ന് നടത്തുകയും പരിപാലിക്കുകയും ഒരു വലിയ അഷുറൻസ് ദൈവം ഇതിനിടയിലെല്ലാം തന്ന് ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞാൻ അല്പം കൂടുതൽ വറി ചെയ്യുന്നു, അല്പം കൂടുതൽ ഭാരപ്പെടുന്ന ഒരാള് എന്തുകൊണ്ടാണ്. പക്ഷെ ദൈവം അതിന്റെ മേളിലെല്ലാം പറഞ്ഞ പോലെ പാപം പെരുകെടുത്ത് കൃപ വർദ്ധിച്ചു എന്ന് പറഞ്ഞ പോലെ ദൈവം അവിടെ എല്ലാം കരുണയുള്ളവനായിരുന്നു. ഞാൻ ഓർക്കാൻ ദൈവം പല സമയങ്ങളിലും നമ്മുടെ സഹോദരന്മാരെ പലതും കാണുന്ന പോലെ ദൈവം പ്രാഥമികമായിട്ടും കമ്പാഷനേറ്റ് ആയിരുന്നു എന്ന് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. അത് 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 നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് പലപ്പോഴും കഴിയും. കാര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് കമ്പാഷൻ ഉള്ളൊരു നമ്മളോട് ആർദ്രതയുള്ളൊരു ഹൃദയം ആ സമയത്ത് ആവശ്യമായിട്ടിരിക്കുന്നത്. അവിടെ ദൈവം നമ്മളോട് എത്ര ആർദ്രതയുള്ള ഒരു ആശ്വാസത്തിന്റെ വാക്കുകളാണ് നമുക്കറിയാം. അത് നമുക്ക് അനുഭവിക്കുമ്പം നമുക്ക് ആ ഒരു വാക്ക് ദൈവത്തിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പം അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കായിരുന്നു. സോ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ കുറവുകളെ ഓർക്കാതെ എൻ്റെ തെറ്റുകളെ പറഞ്ഞ പോലെ ദൈവം മനഃപൂർവ്വമായിട്ട് അതിനെ മറന്നു കളഞ്ഞ് എന്നോട് തെറ്റുകളെ ഓർക്കാതെ എന്നെ സ്നേഹിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഈ സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ ദൈവം എന്നോട് വാസ്തവമായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ടോട്ടൽ സറണ്ടർ, ഒരു പൂർണ്ണ സമർപ്പണം. കർത്താവേ അവിടുത്തെ ഹിതം മതി. അതാണ് നമ്മൾ പല സമയങ്ങളിലും കേൾക്കുന്നത് പോലെ. കർത്താവേ ഇതിനേക്കാള് എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടത്തിന് മേളിൽ എനിക്കൊരു പെർഫെക്റ്റ്, നമ്മൾ 2-3 ആഴ്ച മുന്നേ നമ്മൾ കേട്ട പോലെ പെർഫെക്റ്റ് ആ ഒരു ഹിതത്തിനായിട്ട് പൂർണ്ണമായി സമർപ്പിക്കാനായിട്ടാണ് ദൈവം ഈ സമയങ്ങളിലൊക്കെ എനിക്ക് പല സാഹചര്യങ്ങളിലൂടെ എന്നെ കടത്തിക്കൊണ്ടുപോയത്. അത് ഓരോ ദിവസവും ഏറ്റു പറയാനും ദൈവം ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവേ ഇന്ന് അവിടുത്തെ ഇഷ്ടം ചെയ്യാനായിട്ട് എന്നെ അങ്ങ് സഹായിക്കണമേ, അത് മതി എന്ന് പറഞ്ഞ് അതിന് മേളിലൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് അത് ദൈവത്തിന് മുമ്പാകെ അന്നൊരു സമർപ്പണത്തോടെ ഓരോ ദിവസത്തെ സമീപിക്കാനായിട്ട് ദൈവം വാസ്തവത്തില് ഐ എം സോ ഹാപ്പി ദാറ്റ് ദൈവം എന്നെ ആ നിലയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഇതെല്ലാം ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതമാണെന്ന് മാത്രമേ വാസ്തവത്തിൽ പറയാനുള്ളൂ. കാര്യം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഞാൻ അങ്ങനെ പറയുന്നത് ശരിയാണെന്ന് ഓർത്തില്ല. ഒരു വേദോത്സവത്തിൽ പലപ്പോഴും ഇവിടത്തെ ഇങ്ങനെ ഒരു കാർണൽ മാൻ, ഒരു പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യനല്ല. അത് ഞാൻ ഈ അടുത്തേക്കാണ് അങ്ങനെ ഒരു കാര്യം, ഒരു പ്രാകൃത മനുഷ്യൻ ദൈവത്തിന്റെ ആലോചന കേൾക്കുന്നില്ല എന്നൊരു കാര്യം ഞാൻ അവിടെ അങ്ങനെ ഉള്ള അനേകം സാഹചര്യങ്ങളിലും ഒരു പ്രാകൃതനായിരുന്ന എന്നെയും യേശുവിന്റെ സ്നേഹത്തെ അറിയുവാൻ ദൈവം അനേക സാഹചര്യങ്ങളോടെ കൊണ്ടുവരികയും ദൈവത്തിന്റെ സ്നേഹത്തെ അറിയുവാൻ ദൈവം തുടർന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്നേഹത്തിലോ തുടർന്നും ആയിരിക്കാനായിട്ടും ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് വാക്കുകൾക്കപ്പുറത്ത് ഈ പറഞ്ഞ പോലെ അതൊരു
വലിയ ഒരു പോരാട്ടം അവിടെ ഉണ്ട്. കാര്യം എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളുണ്ട്. അവിടെയാണ് എന്റെ ഇഷ്ടത്തെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ യേശുവിന്റെ ഇഷ്ടത്തിനായിട്ട് എന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു അതില് എന്നെ തന്നെ തുടർമാനമായിട്ട് ആ ഒരു സബ്മിഷനിലായിരിക്കാനായിട്ട്, ആ ഒരു സമർപ്പണത്തിലായിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കും. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. തുടർന്നും നമുക്ക് പ്രാർത്ഥനയിൽ അയക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. നിങ്ങളെല്ലാവർക്കും വരാൻ ഇവിടെ വരാൻ സാധിച്ചതിന് നമ്മളിങ്ങനെ എപ്പോഴും ചെറുപ്പത്തിലെ CSC കുടുംബത്തിൽ നിന്നൊക്കെ ചെറുപ്പത്തിൽ നിന്ന് എന്റെ ജനിച്ചപ്പോഴേ ഇങ്ങനെ ഒരു CSC ഒരു സഭയിലേക്ക് ജനിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയതിനെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ പാരന്റ്സ് അങ്ങനെയപ്പം എപ്പോഴും എന്താ ഇങ്ങനെ മനസ്സിൽ എനിക്ക് ഉള്ളൊരു ഇപ്പോഴും ഒരു ഭാരം എന്ന് പറഞ്ഞിപ്പം ബാപ്റ്റിസം അങ്ങനെയുള്ള എനിക്ക് മനസ്സിൽ എപ്പോഴും ഭയങ്കര ആഗ്രഹമുണ്ട്. ഇങ്ങനെ അറിയത്തില്ല എന്തോ അതിനോട് നെക്സ്റ്റ് ജനറേഷൻ വോട്ട് ഈസ് ഹിൻഡറിങ് മീ ഇപ്പം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കണമെന്ന് house upon the Lord. The wise man built his house upon the Lord. The wise man built his house upon the Lord. The rains came from the wind. Rains came down and the floods came. Rains came down and the floods came. Rains came down and the floods came. And the house of the Lord stood. His house upon the sea. The foolish man built his house upon the sea. The foolish man built his house upon the sea. And the rains came, and the rains came thundering down. Rains came down and the floods came. The gates came down and the floods came. Rains came down and the floods came. And the house on the sun was splash.